കലാപബാധിതമായ മണിപ്പൂരിൻ്റെ മണ്ണിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ 2ാം ദിവസ പര്യടനം ആരംഭിച്ചു. ഏറെ രക്തച്ചൊരിച്ചിലുണ്ടായ കാങ്പോക്പിയിലും സേനാപതിയിലും ഇന്ന് പൊതുസമ്മേളനം നിശ്ചയിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ യാത്ര നാഗാലാൻഡിൽ പ്രവേശിക്കും. വിശദാംശങ്ങളുമായി മണിപ്പൂരിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഭാരത് ജോഡോ യാത്രയുടെ 2ാം ദിനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്ര സെക്മയിൽ നിന്ന് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നേരെ കാങ്കോപ്പിയിലേക്കാണ് യാത്ര പോകുന്നത്. മലപ്പൂരിൽ ഏറ്റവും കൂടുതൽ കലാപം രൂക്ഷമായിരുന്ന ഒരു മേഖലയാണ് കാങ്കോപ്പി. കാങ്കോപ്പിയിൽ കൂടാതെ സേനാപതിയിലും ഇന്ന് ഭാരത് ജോഡോ യാത്രയിൽ പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ബസ്സിൽ നിന്നാകും രാഹുൽ ഗാന്ധി ഇന്ന് പൊതുസമ്മേളനം നടത്തുക. മാത്രമല്ല, ഇന്ന് പദയാത്ര രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ യാത്ര നാഗാലാൻഡിലേക്ക് പ്രവേശിക്കും. അത്തരത്തിലാണ് യാത്ര ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ബസ്സിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് ഭാരത് ജോഡോ യാത്രയുടെ 2ാം ദിനത്തിൽ പ്രധാനമായും ഈ മണിപ്പൂർ കലാപം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മണിപ്പൂരിന്റെ കലാപബാധിതമായ മേഖലകളിൽ സഞ്ചരിക്കാൻ തന്നെയാണ് ഇപ്പോൾ 2ാം ദിനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കാങ്കോപ്പിയിലും അതോടൊപ്പം തന്നെ സേനാപതിയിലും രാഹുൽ ഗാന്ധി ഇന്ന് ഏത് തരത്തിലാകും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എന്നത് ഉറ്റുനോക്കുകയാണ്. കാരണം കാങ്കോപ്പിയിലടക്കം നേരത്തെ രാഹുൽ ഗാന്ധി ഈ മണിപ്പൂർ കലാപത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയപ്പോൾ ചുരാചന്ദ്പൂരിലും അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ മറ്റ് കലാപബാധിത പ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. എന്തായാലും ആ ഒരു പ്രദേശത്ത് അടക്കം ഇന്നും മുന്നോട്ട് പോകുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ എല്ലാം തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ യാത്ര മുന്നോട്ട് പോകുന്നത്. വൈകാതെ തന്നെ കാങ്കോപ്പിയിൽ അദ്ദേഹം ഈ യാത്ര ഏതാണ്ട് 9 രൂപ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം സേനാപതിയിലാകും യാത്ര ഉണ്ടാവുക. ഇന്ന് കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ ഇന്ന് മാധ്യമങ്ങളെ കാണും. ഭാരത് ജോഡോ യാത്രയുടെ 2ാം ദിനത്തിൽ കനയ്യകുമാർ ഇന്ന് മാധ്യമങ്ങളോട് സംവദിക്കും. എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യാത്ര, അതിന്റെ 2ാം ഘട്ട യാത്ര ഇപ്പോൾ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. 6700 കിലോമീറ്റർ സഞ്ചരിച്ച് മുംബൈയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. മണിപ്പൂർ കലാപം കൂടാതെ മറ്റ് നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തി തന്നെയാകും യാത്ര മുന്നോട്ട് പോവുകയും നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും യാത്ര അല്പസമയത്തിന് തന്നെ ഇപ്പോൾ സെക്മയിൽ നിന്ന് പുറപ്പെടും. കാങ്കോപ്പിയിലേക്കാണ് യാത്ര കടന്നു ചെല്ലുക. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഈ യാത്രയിൽ ബസ്സിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസ് നേതാവ് ജയറാം രമേശും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ബസ്സിലുണ്ട്. അത്തരത്തിൽ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊരു തിരിച്ചുവരവാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു തുടക്കം തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ കൂടാതെ ഉത്തരേന്ത്യയിലും കോൺഗ്രസിനെ ഈ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ യാത്ര നിശ്ചയിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ യാത്രയെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഇതിനെ മാറ്റുകയാണ്. അതിനായുള്ള തുടക്കം ഇന്നലെ തൗബാലിൽ ആരംഭിച്ചു. ഇംഫാലിനാണ് യാത്ര തുടങ്ങാൻ നേരത്തെ നിശ്ചയിച്ചത്. പക്ഷേ സർക്കാരിന്റെ അടക്കം അനുമതി നിശ്ചയിച്ച ഒരു പശ്ചാത്തലത്തിൽ തൗബാലിൽ ആരംഭിച്ചു. എന്തായാലും ആളുകളുടെ എണ്ണം കുറച്ചല്ല, പകരം എങ്ങനെയാണോ ഈ യാത്ര വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുക അത്തരത്തിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കുക തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നിരവധി പേരെ ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ രാഹുൽ ഗാന്ധി ഇന്ന് യാത്ര മുന്നോട്ട് പോകുമ്പോൾ പുറത്തേക്കിറങ്ങി ആളുകളുമായി സംസാരിക്കില്ല, അല്ലെങ്കിൽ പദയാത്ര നടത്തില്ല. പകരം ബസ്സിൽ നിന്ന് തന്നെ അദ്ദേഹം ഇന്ന് പൊതുസമ്മേളനം നടത്തും. കാങ്കോപ്പിലും സേനാപതിയിലും അത്തരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കലാപമുള്ള സ്ഥലമായതിനാൽ കനത്ത സുരക്ഷ ഒരുക്കി തന്നെയാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. വൈകാതെ തന്നെ സെക്മയിൽ നിന്ന് യാത്ര ഇപ്പോൾ പുനരാരംഭിക്കും. അതിനുശേഷം കാങ്കോപ്പിയിലേക്ക് യാത്ര പോകുമ്പോൾ എന്തായാലും മണിപ്പൂർ കലാപം തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന വിഷയം. മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്ത നിലയിൽ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. മാത്രമല്ല, RSSന്റെയും BJPയുടെയും വെറുപ്പുളവാക്കുന്ന രാഷ്ട്രീയമാണ് മണിപ്പൂരിൽ നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കലാപം ഈ സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ 11 ദിവസം തുടരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പര്യടനത്തിൽ ഉയർത്തും. ഇന്ന് വൈകിട്ടോടെ നാഗാലാൻഡിൽ പ്രവേശിക്കും. കൊഹിമയ്ക്ക് സമീപം കുസാമയിലാണ് ഇന്ന് യാത്ര അവസാനിക്കുക. നാളെയും നാഗാലാൻഡിൽ യാത്ര തുടരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് മണിപ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയെ നമ്മുടെ വാർത്താ സംഘം അനുഗമിക്കുന്നുണ്ട്.